അബ്ദുറഹ്മാന്റെ ഈ ജീവിതയാത്രയിൽ വലിയ പങ്ക് വഹിച്ച അല്ലെങ്കിൽ പിന്തുണ നൽകിയ ഒരു സ്ഥാപനമാണ് നജാത്ത്. നജാത്തിന്റെ ശില്പി കെ.പി. ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോഴും കെ.പി. ഉസ്താദിന്റെ ഓർമ്മകൾ പോലും വലിയ ആദരവോടുകൂടിയാണ് നമ്മൾ ഓർക്കാറുള്ളത്. അതിനെക്കുറിച്ച് ഒരു അനൗൺസ്മെന്റ് പറയാന്നത് നമുക്കൊരു പ്രയാസമാണ്. ഞാനതിന് ഉസ്താദിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലുള്ള വാക്കുകൾ ഒന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. അനാഥത്വത്തിൻ്റെ കൈപ്പറിഞ്ഞ അനേകായിരം മക്കൾക്ക് പിതാവായി മാറിയ മഹാപണ്ഡിതൻ. കിഴക്കിനെറനാടിൻ്റെ തീരത്ത്, കൂമ്പൻമലയുടെ താഴ്വാരത്ത്, ഒലിപ്പുഴയുടെ ചാരത്ത് വിദ്യാഭ്യാസത്തിൻ്റെ വലിയ വിപ്ലവ ലോകം തീർത്ത നജാത്ത് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സമുച്ചയത്തെ പടുത്തുയർത്തിയ മഹാപണ്ഡിതൻ. മലയാളി ജനതയുടെ മാനസങ്ങളിലേക്ക് വിജ്ഞാന വിവേകങ്ങളുടെ വഴിവെളിച്ചമേകി വിട പറഞ്ഞപ്പോഴും തൻ്റെ ഇഷ്ടജനങ്ങളെയും താൻ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിൻ്റെ വിളികേട്ട് വന്നണഞ്ഞ ലക്ഷങ്ങളെയും സാക്ഷിയാക്കി ദൈവസന്നിധിയിലേക്ക് യാത്രയായ പ്രിയപ്പെട്ട കെ.പി. ഉസ്താദ്. അതിനെക്കുറിച്ച് ഇങ്ങനെ വലിയ ഓർമ്മകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നജാത്തിൻ്റെ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി പഠനകാലത്ത് ഒരു വെളുത്ത അംബാസഡർ കാറിൽ ഉസ്താദ് നജാത്തിൻ്റെ മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ നമ്മളൊക്കെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിന്ന് ദൂരെയാണെങ്കിൽ പോലും ആ വാഹനം നമ്മൾ അവിടെ നിന്ന് എണീറ്റ് ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. വലിയ ഭവ്യതയുള്ള പവിത്രതയുള്ള ഒരു മുഖവുമായി കുലീനമായ ഒരു പുഞ്ചിരിയുമായി നമ്മുടെ മുന്നിലൂടെ നടന്നു നീങ്ങുന്ന കെ.പി. ഉസ്താദിനെയാണ്. ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മകൾ ഓളം തല്ലി വരുന്നത്.